ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? തീർച്ചയായും അത് സ്വത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലുമാണ്. ഒരു 50 പൈസയ്ക്ക് വേണ്ടി പോലും മറ്റുള്ളവരെ കൊല്ലാൻ മടിക്കാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ ഈ ലോകത്തിലുള്ളത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ കർത്താവ് നമ്മളോട് സുവിശേഷത്തിലൂടെ എന്താണ് അരുൾ ചെയ്യുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവൻ ഈശോയുടെ അടുക്കൽ വന്ന് സ്വത്ത് തൻ്റെ സഹോദരനുമായി ഭാഗിക്കുന്നതിൽ മധ്യസ്ഥ്യം പറയണമേ എന്ന് ഈശോയോട് അപേക്ഷിക്കുന്നുണ്ട്. ഈശോ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ മധ്യസ്ഥനായി ആരാണ് എന്നെ നിയമിച്ചത്? ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയല്ല. അതിനുശേഷം അവിടുന്ന് അവരോട് ധനികനായ ബോഷന്റെ ഉപമ അരുൾ ചെയ്യുന്നുണ്ട്. അവൻ ഒരുപാട് സമ്പത്തുണ്ടായി. അവൻ അതെല്ലാം അറപ്പുരയിൽ ശേഖരിച്ച് തനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഒരവസരത്തിൽ ദൈവം അവനോട് അരുൾ ചെയ്യുന്നുണ്ട്, ബോഷ, നിന്റെ ജീവൻ ഞാൻ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഈ സമ്പത്ത് ആരുടേതായി തീരും? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തുവെങ്കിൽ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. ഈ ലോകത്തിൻ്റെതായ സമ്പത്തിൻ്റെ പുറകെയോ സ്വത്തിൻ്റെ പുറകെയോ പോവുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മളുടെ ആത്മാക്കൾ നശിച്ചു പോകും എന്നാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മളോട് അരുൾ ചെയ്യുക. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സർവ്വതും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. ഈ ലോകത്തിൻ്റെതായ സകല സമ്പത്തും സ്ഥാനമാനങ്ങളും മിഥ്യയാണ് എന്ന് സഭാപ്രസംഗൻ നമ്മളോട് അരുൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ട ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, സ്വത്തിൻ്റെ പേരിൽ പണം നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തം പിതാവിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റിവെച്ചുകൊണ്ട് ആ പിതാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട മക്കളുടെ സംഭവമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ ഗ്രന്ഥവും ഈശോയുടെ രൂപവുമൊക്കെ പൊടി പിടിച്ച് അനാഥമായ നിലയിൽ നമ്മൾ സൂക്ഷിക്കും. എന്നാൽ ഒരു തരി പൊന്നോ ഒരു 10 രൂപ നോട്ടോ ഒരിക്കലും അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയാറില്ല. അത് വളരെ സുരക്ഷിതമായി ലോക്കറുകളിലാണ് നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളൊരു ചിന്ത ഈ സുവിശേഷ ഭാഗം നമുക്ക് നേരെ ഉയർത്തുന്നുണ്ട്. സർവത്തിൻ്റെയും ഉടയവനായ ജീവന്റെ ഉറവിടമായ ദൈവത്തെ വെടിഞ്ഞുകൊണ്ട് നശ്വരമായ ഈ ലോകത്തിൻ്റെ പുറകെയാണോ നമ്മൾ ഓരോരുത്തരും പോകുന്നത്? അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മാത്രം നാശമല്ല, മറിച്ച് നമ്മളുടെ സഹോദരങ്ങളെ കൂടെ നശിപ്പിച്ചുകൊണ്ടാണോ നാം മുൻപോട്ട് പോകുന്നത് എന്ന് ഈ സുവിശേഷ ഭാഗവും വിശുദ്ധ ഗ്രന്ഥ ഭാഗവുമൊക്കെ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായ നശ്വരതകളിൽ കണ്ണുടക്കി മനസ്സുടക്കി നിൽക്കാതെ അനശ്വരമായതിനു വേണ്ടി ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.